ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 നമ്മുടെ കത്തീഡ്രൽ സഭയുടെ കൺവെൻഷൻ ഇന്ന് മുതൽ ഞായറാഴ്ച വരെ ഒരുക്കപ്പെടുവാൻ ദൈവം സഹായിച്ച വൻകൃപകൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പരിശുദ്ധമായ ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ച ഏറ്റവും സ്നേഹമുള്ള ഇടവക വികാരി റവറൻ ജോസഫ് മാത്യൂച്ചൻ 1986-88 കാലഘട്ടങ്ങളിൽ 93-98 കാലഘട്ടങ്ങളിൽ അച്ഛൻ്റെ ഒരു ഇടവകയിലെ ഉപദേശി എന്ന നിലയിൽ ഞങ്ങൾ ശുശ്രൂഷ നിറവേറ്റുവാനായിട്ടിടയാകുകയും അച്ഛൻ്റെ പ്രത്യേകമായ നേതൃത്വത്താലും അച്ഛൻ്റെ ഇടപെടലാലുമാണ് വൈദിക പഠനത്തിൻ്റെ പ്രാരംഭം കുറിക്കുവാനായിട്ട് ദൈവകൃപയാൽ ഞങ്ങൾക്ക് ഇടയായത്. ഞാൻ പോലും ആവശ്യപ്പെട്ടിട്ടല്ല, ഞാനായിരുന്നില്ല അപേക്ഷ പ്രിപ്പയർ ചെയ്തത്. പ്രിയ അച്ഛനും കൊച്ചമ്മയും അടങ്ങുന്ന കുടുംബാംഗങ്ങളാണ്. അതിനുശേഷമാണ് സെമിനാരിയിൽ നിന്ന് ഞാൻ ഗീരിത്തോട്ടിലായിരിക്കുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ എക്സാമിൻ്റെ ഇൻറ്റിമേഷൻ വരുമ്പോഴാണ് ഇപ്രകാരം ഒരു സംഭവമുണ്ട് എന്ന് ഞാൻ അറിയുന്നത്. അച്ഛൻ്റെ അരികിൽ ചെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനൊരു പേപ്പർ വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എനിക്കൊരു വൈദികനാകാനുള്ള യോഗ്യതയോ ദൈവവേല ചെയ്യുവാനുള്ള പ്രാപ്തിയോ ഒന്നുമില്ല, അതെനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ്, അതുകൊണ്ട് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നുള്ള ആവശ്യമായിട്ടാണ് ഞാൻ അച്ഛൻ്റെ അരികിൽ ചെല്ലുന്നത്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത്, ഇത് ഞാൻ ചെയ്ത കാര്യമാണ്, ഇതിന് യാതൊരു തടസ്സവും പറയരുത്, വേണ്ടുന്നതായ കാര്യങ്ങൾ കൃത്യമായി മഹാടവായി ക്രമീകരിച്ചുകൊള്ളും, അതുകൊണ്ട് പോയി ടെസ്റ്റ് എഴുതണം, പഠിക്കണം എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ച് പ്രോത്സാഹിപ്പിച്ച് എന്നെ പഠനത്തിന് വേണ്ടി പ്രേരിപ്പിച്ചയച്ച അച്ഛനോട് കൂടെ ഇന്നേ ദിവസം ആയിരിക്കാൻ ദൈവം ഇടയാക്കിയ ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഞാൻ കീരിത്തോടിൽ നിന്ന് പോകുന്ന അവസരത്തിൽ ആ ഇടവകയുടെ ആ സഭയുടെ ചാർജ് ഏറ്റെടുക്കുവാനായിട്ടിടയായത് ജേക്കബച്ചനും കൊച്ചമ്മയും അടങ്ങുന്ന കുടുംബമാണ്. ആ പ്രിയപ്പെട്ടവരോട് ചേർന്ന് കൂടെയാണ് ഇവിടെ ഇന്നേ ദിവസം ഞങ്ങളെ ദൈവം കൂട്ടിവരുത്തിയെന്ന് പറഞ്ഞ ദൈവത്തിന് നന്ദി പറയുന്നു. അതിലെല്ലാം ഉപരിയായി നമുക്ക് വചനം നൽകുന്ന എൻ്റെ പ്രിയ സഹോദരൻ എന്ന നിലയിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവവേലയിലും പ്രത്യേകിച്ച് പെരുമ്പാവൂർ ഇടവകയിലെ അംഗമായ പ്രിയ സാറിൻ്റെ ഇടവകയിൽ 2 വർഷക്കാലം ശുശ്രൂഷ നിറവേറ്റുവാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു. അതിനു മുമ്പ് തന്നെ യുവജന പ്രസ്ഥാനത്തുള്ള ബന്ധത്തിൽ കൊന്നത്തൊടിയിലും മറ്റ് പല ഇടങ്ങളിലും ഒരുമിച്ച് ദൈവരാജ്യത്തിൻ്റെ വേലയിൽ ആയിരിക്കുന്ന പ്രിയ ബിജോ ജോർജ് സാറിനോട് ചേർന്ന് ഇവിടെ ആയിരിക്കാൻ ദൈവം നിരയാക്കി വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. സാറിനെ കുറിച്ച് നിങ്ങൾക്ക് ഏറെ അറിയാം. സാർ തന്നെ പറയുന്നുണ്ടായി 3 പ്രാവശ്യം ഇവിടെ വരുവാൻ ദൈവം ഇടയാക്കിയെന്ന്. ഈ നാളുകളിൽ ദൈവവചന ശുശ്രൂഷയിലൂടെ കേരളത്തിലെ ഗവൺമെൻറ് കോടതി വരെ അംഗീകരിച്ചിരിക്കുന്ന അതൊരു ബോയ്സ് ഹോമിൻ്റെ കേരളത്തിലും അതുപോലെ ഒഡീഷയിലും അതേ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ശക്തമായ മിനിസ്ട്രി ചെയ്തുകൊണ്ട് ലോകത്തിലെ വിവിധയിടങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ ദൈവവചനം പ്രഘോഷിപ്പാനിടയായ പ്രിയ സഹോദരോട് ചേർന്നായിരിക്കാൻ ദൈവം എനിക്ക് നൽകിയ അവസരത്തിനായും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ വളരെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ അനുഭവിക്കുവാനിടയാകുന്ന ജിമ്മി അച്ഛനോട് ചേർന്നും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയിലെ സ്നേഹമുള്ള വർഗീസ് ജോർജ് സാറ് എനിക്ക് പ്രത്യേകിച്ചും മഹാരവയുടെ ഓഫീസ് വർക്കുകൾക്ക് എല്ലാ പ്രവർത്തനങ്ങളും എപ്പോഴും കൂട്ടു നൽകുന്ന പ്രിയ സാറാണ്. പ്രിയ സാറിനെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ സഭയുടെ ശുശ്രൂഷകൾക്ക് ഭാഗഭാഗിത്വം വഹിക്കുന്ന സെക്രട്ടറി മൈക്കിൾ നൈനാൻ പുതുപ്പടിക്കൽ, കൈക്കാരന്മാർ ശ്രീ ജോൺ സാം പുത്തൻപറമ്പിൽ, ശ്രീ TJ ജോൺസൺ തടാമലയിൽ, ഈ പ്രിയപ്പെട്ടവരെയും അതുപോലെ കമ്മിറ്റി അംഗങ്ങളെയും വളരെ മനോഹരമായ ഗാനങ്ങളിലൂടെ നമ്മെ അനുഗ്രഹിക്കുന്ന പ്രിയ ഗായ സംഘങ്ങൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ വർഷത്തെ കൺവെൻഷൻ ദൈവം നമുക്ക് ഏറ്റവും നന്മയും ഏറ്റവും അനുഗ്രഹമായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അഭിനന്ദ തിരുമേനി നമുക്കറിയാവുന്ന പോലെ ജർമ്മനിയിലാണ്. 1-ാം തീയതിയോടുകൂടി തിരുമേനിക്ക് മടങ്ങി എത്തുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അതോടനുബന്ധിച്ചാണ് ഈ ഒരു ക്രമീകരണ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
വളരെ സുദീർഘമായ കാലഘട്ടങ്ങളിൽ മഹായിടവ കൺവെൻഷൻ ഈ ദേവാലയത്തോട് ചേർന്ന പന്തലിൽ ക്രമീകരിക്കപ്പെടുന്ന അവസരങ്ങളിലെല്ലാം അത് കടന്നു വരികയും വചനത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്ത മുൻ പട്ടക്കാരെ എല്ലാവരെയും, പ്രത്യേകിച്ച് തിരുമേനിമാരെയെല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ ശുശ്രൂഷ എന്നെ ഭരമേൽപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഏതാനും കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ് ഏറ്റവും പ്രധാനമായ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്ന് ഞാൻ കരുതുന്നു. ആരാധന, നമുക്കറിയാം, നാം ഈ ആലയത്തിൽ മഹായിടവയുടെ ഏറ്റവും ഉന്നതവും ഏറ്റവും അനുഗ്രഹമായൊരു സഭയാണ് മേലുകാവ് കത്തീഡ്രൽ സഭ. ഈ സഭയാണ് മഹായിടവയുടെ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും കൂട്ടായ്മയും സഹായവും, പ്രത്യേകിച്ച് എൻ്റെ ഓഫീസ് വർക്കുകളിൽ സാമ്പത്തികമായ ക്രൈസിസ് വരുമ്പോഴെല്ലാം ആദ്യമായിട്ട് ഞാൻ വിളിക്കുന്നത് പ്രിയ അച്ഛനെയും കൈക്കാരന്മാരെയും ഒക്കെയാണ്. അങ്ങനെ മഹായിടവയുടെ ശുശ്രൂഷകൾക്ക് ഈ കത്തീഡ്രൽ സഭയിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കരുതലിനും എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു. ആയതോടൊപ്പം തന്നെ ഈ നാളുകളിൽ നമ്മൾ നേരിടുന്ന ഗവൺമെൻറ് തലത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന FCRA പ്രോബ്ലത്തിൻ്റെയൊക്കെ മധ്യത്തിൽ ഇവിടുത്തെ ഹോസ്റ്റലിൻ്റെയും കുഞ്ഞുങ്ങളുടെയും മറ്റ് സ്കൂളിൻ്റെയും മറ്റ് വിവിധങ്ങളായ ആക്ടിവിറ്റീസിലെല്ലാം വളരെ സജീവമായ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സാമ്പത്തികമായെല്ലാം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന സഭാമക്കളെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവം സഭയും സഭാജനങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ ആരാധനകളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. ഓരോ ആരാധനയും, പ്രത്യേകിച്ച് സൺഡേ സർവീസിനെ നാം മനസ്സിലാക്കുമ്പോൾ യേശുവിൻ്റെ ജനനം മുതൽ അവൻ്റെ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളെ ഈ ആരാധനയുടെ ഓരോ ഭാഗത്തായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് CSIയുടെ ആരാധന ക്രമീകരിച്ച ലെസ്ലി ബ്രൗൺ എന്ന ദൈവദാസൻ, പ്രത്യേകിച്ച് അദ്ദേഹം ബിഷപ്പായിട്ട് ആഫ്രിക്കയിൽ ഇവിടുന്ന് തയ്യാറാക്കിയതിനു ശേഷം പോകുവാനായിട്ട് ഇടയായത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം. കണ്ണമുല ഐക്യ വൈദിക സെമിനാരിയിലെ അധ്യാപകനായിരുന്ന ലെസ്ലി ബ്രൗൺ എന്ന അച്ഛൻ്റെ നേതൃത്വമുള്ള കമ്മിറ്റിയാണ് ഈ ആരാധന, നമ്മുടെ ആരാധന ക്രമീകരിക്കുന്നത്. ആരാധനയിൽ 5 ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അത് വേദപുസ്തകത്തിലെ ഓരോ ആരാധനയും ക്രോഡീകരിച്ചുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. ദൈവം ആരാണെന്ന് ഏറ്റുപറയുന്ന സ്തുതി, അത് യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ദേവാലയത്തിൽ ഓർക്കുന്നത്. അതുകൊണ്ടാണ് അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം എന്ന ക്രിസ്തുമസിൻ്റെ സന്ദേശം ആരാധനയുടെ സ്തുതിയുടെ ഭാഗത്ത് കടന്നു വരുന്നത്. തുടർന്ന് ആരാധനയിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ മാനസാന്തരത്തിനായിട്ട് സകലരെയും ക്ഷണിക്കുന്ന വാക്യങ്ങളാണ് യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിച്ച് കേൾക്കുക. അതുകൊണ്ട് തന്നെയാണ് പാപമോചനത്തിൻ്റെ ആ ഭാഗങ്ങൾ ആരാധനയുടെ ഭാഗമായി നമുക്ക് ലഭ്യമാകുവാനായിട്ടിടയാകുന്നത്. പാപമോചനത്തിന് പ്രഖ്യാപനത്തിന് ശേഷമാണ് പാഠങ്ങളിലൂടെ നമ്മൾ കടന്നു വരുന്നത്. അത് 3.5 വർഷക്കാലം അത് യഹൂദിയിലും ശമരിയിലും അതുപോലെ ഗലീലയിലും തൊട്ടടുത്തുള്ള സോർ സീദോൻ മുതലായ പ്രദേശങ്ങളിലൂടെ വചനവുമായി സഞ്ചരിച്ച ജനത്തിന് വിടുതൽ കൊടുത്തുകൊണ്ട് സഞ്ചരിച്ച, വചനം പ്രഖ്യാപിച്ച, ദൈവരാജ്യം പ്രഖ്യാപിച്ച യേശുവിൻ്റെ ആ ശുശ്രൂഷയെ നമ്മൾ പുനരാവിഷ്കരിക്കുകയാണ് പാഠവായനയിലൂടെ, സങ്കീർത്തനത്തിലൂടെ, സുവിശേഷത്തിലൂടെ, പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നാം ദൈവസന്നിധിയിൽ നമ്മുടെ രക്ഷയെ ഏറ്റുപറയുന്നതിൻ്റെ ഭാഗമാണ് വിശ്വാസ പ്രഖ്യാപനം. BC 325 നൈസിയിൽ ഏകദേശം 318 ദൈവ വേലക്കാർ, പ്രത്യേകിച്ച് ബിഷപ്പുമാർ ചേർന്ന് ഈ നൈസിൻ ക്രീഡ് രൂപപ്പെടുത്തുന്നതിന് ഇടയാകുന്നത്. അതിൻ്റെ 1700 വർഷം പൂർത്തീകരിക്കുന്ന ഒരു വർഷത്തിലാണ് ഈ 2025 നമ്മൾ ആയിരിക്കുന്നത്. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറയുന്ന വിശ്വാസ സമൂഹത്തെയാണ് നമ്മളവിടെ കാണുന്നത്. അതിനുശേഷം യേശുവിനോടുകൂടെ അത് പത്രോസ് യേശുവിനെ ഏറ്റുപറഞ്ഞതിൻ്റെ ആ അനുഭവമായിട്ടാണ് നാം അതിനെ യേശുവിൻ്റെ ജീവചരിത്രമായി ആരാധനയിൽ ബന്ധപ്പെടുക. അതോടൊപ്പം അതിനുശേഷം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് കടക്കുമ്പോൾ കർത്താവിനോടുകൂടെ നമ്മൾ ഗത്സമനയിൽ എത്തുകയാണ്. വാസ്തവത്തിൽ മഹാപുരോഹിത പ്രാർത്ഥനയുടെ ലോകത്തെ മുഴുവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച യേശുവിനെ നാം യഥാർത്ഥത്തിൽ ഏറ്റെടുക്കുന്ന ഭാഗമാണ്. യേശുവിനോട് ചേർന്ന് രക്തം വിയർപ്പായി മാറുന്ന കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. അതിനുശേഷം വിശുദ്ധ യാഗമായി കർത്താവ് കാൽവലിൽ അറക്കപ്പെടുന്നതിനോട് നാം ഒരുമിക്കുന്നതാണ് വിശുദ്ധ സംസർഗ ശുശ്രൂഷയുടെ ഭാഗങ്ങൾ. അത് സ്വീകരിച്ചതിന് ശേഷം നന്ദി പറയുന്നത് കർത്താവിൻ്റെ ഉയർപ്പിനെ ഓർത്തുകൊണ്ടുള്ള സ്തോത്ര പ്രാർത്ഥന കൂടിയാണ്. അതിനുശേഷം സ്വർഗാരോഹണം ചെയ്യുന്ന കർത്താവ് നമുക്ക് നൽകുന്ന അത് വലിയ നിർദ്ദേശമാണ്. സകലരെയും
ശിഷ്യരാക്കുവാൻ, മേക്കിംഗ് ദ ഡിസൈപ്പിൾസ്, എല്ലാവരെയും ശിഷ്യരാക്കുവാനുള്ള കൽപ്പനയാണ് വാസ്തവത്തിൽ ആരാധനയിലെ നോട്ടീസ് പ്രഖ്യാപനത്തിലൂടെ നാം പുനരാവിഷ്കരിക്കുന്നത്. അങ്ങനെ യേശുവിനോട് ചേർന്ന് ജീവിതമാണ് ആരാധന. അതാണ് നമ്മളോട് അച്ഛൻ ആരാധന എന്ന് പറയുന്നതിലൂടെ മനസ്സിൽ യേശുവിനോട് കൂടെയുള്ള ഒരു നിരന്തരമായ യാത്രയാണ്. അതുമാത്രമല്ല, വീണ്ടും സഭ യേശുവിനെ അനുഭവിക്കുവാൻ വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നതാണ് അൽമനാക്ക് എന്ന് നമുക്കറിയാം. നവംബർ മാസം അവസാനത്തെ ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന ആഗമന കാലത്തോടുകൂടെ ആരംഭിക്കുന്ന അൽമനാക്കിൻ്റെ പ്രത്യേകത അത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന, ഒരു വർഷം കൊണ്ട് യേശുവിനെ തിരിച്ചറിയണം എന്നുള്ളതാണ്. യേശുവിൻ്റെ 33 വർഷക്കാലത്തെ അനുഭവങ്ങളെ 52 ഞായറാഴ്ചകൾക്കുള്ളിൽ സ്ഥിരമായി ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിയണമെന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് അൽമനാക്കിൻ്റെ രൂപകൽപ്പന എന്ന് നമുക്കറിയാം. എന്നാൽ അവിടെയും 1189 അധ്യായങ്ങളും 66 പുസ്തകങ്ങളുമുള്ള 33,123 വാക്യങ്ങളുള്ള വേദപുസ്തക പഠനം അവിടെയും പൂർണ്ണമാകുന്നില്ല എന്ന തിരിച്ചറിവിലാണ് കൺവെൻഷനുകൾ രൂപപ്പെടുന്നത്. അവിടെയാണ് നമ്മുടെ കൺവെൻഷൻ്റെ പ്രസക്തി. അതാണ് നമ്മൾ ഒരുപക്ഷെ ചോദിക്കുക, ഞങ്ങൾക്ക് ആരാധനയുണ്ടല്ലോ, ഞങ്ങൾ നിരന്തരമായി ആലയത്തിൽ വരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് ഇപ്രകാരം ഒരു കൺവെൻഷൻ എന്ന് ഒരുപക്ഷെ ചോദ്യങ്ങൾ ഈ നാളുകൾ ഉയരുമ്പോൾ നാം തിരിച്ചറിയണം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് ഇനിയും ഏറെ നാം ഇനിയും പഠിക്കാനുണ്ട്. 150 പരമുള്ള ഒരുപക്ഷെ ക്ലെയിം നമുക്കുണ്ടെങ്കിലും 2000 വർഷമായിട്ടും തിരിച്ചറിയാതെ പോയ സത്യങ്ങൾ, ഈ വേദപുസ്തകം ലഭ്യമായ 3400 വർഷമായിട്ടും തിരിച്ചറിയാതെ പോയ സത്യങ്ങൾ ഇനിയും ഈ വേദപുസ്തകത്തിലുണ്ട്. ഈ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമം നമുക്ക് നൽകി തന്ന അത് യഹൂദ ജനതയുടെ അനുഭവം നമുക്കറിയാം. കൃത്യമായി നാം പഠിച്ചാൽ 3 കാര്യങ്ങൾ അവർ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഒന്ന്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് പഴയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവം എന്നത് ഇതുവരെയും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല, അവർക്കത് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ല. ആയതുപോലെ ഈ വാക്യം, ഇന്നത്തെ നമ്മുടെ ഇതിലെടുത്തിരിക്കുന്ന വാക്യം, നിങ്ങൾ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ എന്ന് പറയുന്ന ഈ വാക്യം യെശയ്യാ പ്രവചനത്തിൻ്റെ വളരെ പ്രധാനമായ സെക്കൻഡ് പാർട്ടിലിൻ്റെ ഒട്ടുചേർന്ന്, പ്രത്യേകിച്ച് അതിൻ്റെ തുടർച്ചയായ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് 40 മുതൽ 56 വരെയുള്ള അധ്യായങ്ങൾക്ക് വലിയ ഒരു പ്രത്യേകത ഉണ്ട്. അത് യേശുവിനെ ദാസനായി അവതരിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ പുത്രൻ വചനം ദാസരൂപത്തിൽ ദാസനായി വന്ന് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി മരിച്ചുയർത്തെഴുന്നേറ്റ് ജീവിക്കുമെന്നുള്ള പ്രഖ്യാപനം ഏറ്റവും ശക്തമായി വെളിപ്പെടുന്നത് ഈ യെശയ്യാ പ്രവചനത്തിൻ്റെ പ്രത്യേകിച്ച് 53-ാം അധ്യായത്തിൽ നാം വലിയ വെള്ളിയാഴ്ച വായിക്കുന്ന ആ അധ്യായം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ്. പക്ഷേ ഇതിനെ ഇതുവരെ ഇസ്രായേൽ തിരിച്ചറിഞ്ഞിട്ടില്ല. യേശു ആര് എന്ന് വേദപുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നവരുണ്ടായിട്ട് ദീർഘകാലം അതിൻ്റെ പൊസഷൻ ഞങ്ങളുടേതാണെന്ന് ക്ലെയിം ചെയ്തിട്ട് ഇതുവരെയും ഇസ്രായേൽ ജനത്തിന് തിരിച്ചറിയാൻ കഴിയാതെ പോയി. അതുകൊണ്ട് ഇന്നും അവർ യേശുവിനെ അംഗീകരിച്ചിട്ടില്ല, അവരുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല. മറ്റൊന്ന്, വിഭവങ്ങളെക്കുറിച്ച് പങ്കിടുന്നതിനെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയിരുന്ന ദൈവിക സാമ്പത്തിക വ്യവസ്ഥിതി ഈ ഇസ്രായേൽ ജനം ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അതിൻ്റെ അനന്തരഫലം എന്നോണം ഈ 3 കാര്യങ്ങളെ നമ്മൾ പഠിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് നോക്കിയാൽ അതേ AD 70 മുതൽ 1948 വരെയുള്ള ദീർഘവർഷക്കാലം ഈ ലോകത്തിൽ അവർ അലഞ്ഞ് നടക്കേണ്ടതായി വന്നു. ഇന്നും നമുക്കറിയാം, യുദ്ധത്തിൻ്റെ കെടുതിയിലാണ്, യുദ്ധത്തിൻ്റെ പ്രതിസന്ധിയിലാണ്. അവരുടെ ഷാലോവും ഈർ എന്ന് പറഞ്ഞാൽ അത് എബ്രായ വാക്കാണ്. ഈർ എന്ന് പറയുന്ന സിറ്റി. ഷാലോവും നമുക്കറിയാവുന്ന പദമാണ്, അതിൻ്റെ അർത്ഥം സമാധാനമാണ്. ഈർ ഷാലോവും ദ സിറ്റി ഓഫ് പീസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ ജെറുസലേം, അതിൽ നിന്നാണ് ജെറുസലേം, എരുശലേം എന്നുള്ള പദങ്ങളൊക്കെ രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. എരുശലേം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ സിറ്റി ഓഫ് പീസ് ആണെങ്കിൽ വാസ്തവത്തിൽ ഇതുവരെ അവിടെ ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. ഈ 3 കാര്യങ്ങൾ അവർ മിസ്സാക്കി എന്നുള്ളതാണ്. ഒന്ന്, തൃത്വ ദൈവത്തെ തിരിച്ചറിയുന്നതിലെ പരാജയം, അതുപോലെ തന്നെ ക്രിസ്തുവിനെ രക്ഷകനായി തിരിച്ചറിയുന്നതിലെ പരാജയം, അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെയാണ് ഈ ഭൂമിയിൽ നടപ്പാക്കേണ്ടത് എന്ന് തിരിച്ചറിയാതെ അവർക്കിഷ്ടമുള്ള പോലെ നടപ്പാക്കിയതിൻ്റെ ദുരന്തമാണ് ഇന്ന് ഈ ലോകത്തിലെ യുദ്ധങ്ങളും ഇന്നത്തെ ദാരിദ്ര്യത്തിൻ്റെ വർണ്ണനകളും അവസ്ഥകളുമെന്ന് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ച് എൻ്റെ സമയമായല്ലോ. മറ്റൊന്ന്, ഈ 39 പുസ്തകങ്ങളടങ്ങിയ പഴയ നിയമത്തെ നമ്മൾ ഇനിയും പഠിക്കണം. അതിനുവേണ്ടിയാണ് കൺവെൻഷൻ.
അതാണ് നമുക്ക് ഇനിയും ഏറെ നമ്മൾ പഠിക്കണം. ഒരുപക്ഷെ CSI സഭ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപപ്പെടുന്നത് നമുക്കറിയാം. ലാംബത്ത് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയപ്പെടുന്ന 4 അടിസ്ഥാന വേദപ്രമാണത്തിൽ ഊന്നിയാണ്. 1919 മുതൽ തരംഗമ്പാടി മുതൽ 1947 അത് സെൻറ്റ് ജോർജ് കത്തീഡ്രൽ വരെ ഉള്ള CSIയുടെ ഫോർമേഷനിൽ ഒന്നാമത് CSIക്കാരനെ കുറിച്ച് പറയുന്നത് 66 പുസ്തകങ്ങൾ അടങ്ങിയ വേദപുസ്തകത്തിൽ ഒരു ആത്മാവിനുള്ള രക്ഷയ്ക്കുള്ള സകലതും അടങ്ങിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് CSIക്കാർ. വേദപുസ്തകത്തിൻ്റെ ഓരോ വാക്യത്തെയും ഹൃദയം കൊണ്ട് ഒപ്പിയെടുത്ത് അതിന് ടേസ്റ്റ് യഹോവ എത്ര നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവനാണ് CSIയിലെ മെമ്പർ. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്തോ അകലെ പോയിരിക്കുന്നു. കൺവെൻഷനും വേദ പഠന മേഖലകളും ശാലകളും നമുക്ക് ആവശ്യമാണ് എന്ന് ഈ കാര്യം സൂചിപ്പിക്കുകയാണ്. ക്രിസ്മസിനോടുള്ള ബന്ധത്തിലും ക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിലും ഈ മിസ്സിങ് തിരിച്ചറിയുന്നതിലെ പരാജയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ യേശുവിൻ്റെ ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞു. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് ദൈവത്തിൻ്റെ ദൂതൻ വരുന്ന പ്രഖ്യാപിച്ചെന്നറിയാം. നമുക്കറിയാം ലൂക്കോസ് 2-10 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. നോക്കിയേ, ഒരു എത്ര ഇൻക്ലൂസീവായിട്ടാണ് ആ പദം പറഞ്ഞത്. അത് ആ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ ആ വാക്കിൻ്റെ മഹത്വം എത്ര വലുതാണ്. പക്ഷേ അതിനെ നക്ഷത്രം കണ്ടിട്ട് കടന്നു വന്ന വിദ്വാൻമാർ അവതരിപ്പിച്ചൊരു വാക്കുണ്ട്. എന്താണ്? മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? സത്യത്തിൽ നമ്മളിതിനെ വളരെ നല്ലതായിട്ടാണ് കാണുന്നതെങ്കിലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വെച്ച് നമ്മളൊന്ന് വിചാരിച്ചാൽ അവിടെ യഹൂദ രാജാവായ ഹെരോദാവ് തകർന്ന വിദ്വേഷത്താൽ നിറഞ്ഞ് ഭയങ്കര ക്രൂരനായി മാറുകയാണ്. എന്തുകൊണ്ട്? യേശുവിനെ ഒരു വർഗീയതയുടെ മകനായിട്ടാണ് അവർ വന്ന് ചോദിച്ചത്. ഒരു വർഗത്തിന്, യഹൂദ ജനതയുടെ രാജാവായിട്ടാണ് ചോദിച്ചത്. ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ് ശ്രദ്ധിക്കണം. എന്താണ്? സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. യേശു എല്ലാവർക്കും വേണ്ടിയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ, അല്ല ഞങ്ങൾക്ക് വേണ്ടിയാണ്, യഹൂദന് വേണ്ടി മാത്രമാണ് എന്നുള്ള ആ പ്രഖ്യാപനത്തിൻ്റെ അനന്തരഫലം, മനുഷ്യൻ്റെ താല്പര്യപ്രകാരമുള്ള വ്യാഖ്യാനത്തിന് പറ്റിയ ദുരന്തം എന്ന് പറയുന്നത് അനവധി അമ്മമാരുടെ കണ്ണുനീരായിരുന്നു. അനവധി അമ്മമാരുടെ കണ്ണുനീർ. അത് 2 വയസ്സിന് താഴെ പ്രായമുള്ള ധാരാളം അത് ആ കുഞ്ഞുങ്ങൾ അവരുടെ ശിരസ് അറ്റ് തെറിച്ചു പോകുന്ന സമയങ്ങൾ, വീടുകളിൽ അത് രക്തപ്പുഴകൾ ഒഴുകുന്ന സമയങ്ങൾ, അത് നിലവിളികൾ വ്യാപരിക്കുന്ന കാര്യങ്ങൾ. എപ്പോൾ? യേശുവിനെ വ്യാഖ്യാനിക്കുന്നതിലെ പരാജയമാണ്. യേശു ആരാണെന്ന് പ്രഖ്യാപിക്കുന്നതിൽ തിരിച്ചറിയുന്നതിലെ പരാജയമാണ്. ദൈവദൂതൻ പറഞ്ഞതും അതുപോലെ ഈ വിദ്വാൻമാർ പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം. യേശുവിനോട് കൂടെയുള്ള യാത്രയെക്കുറിച്ച് നമ്മൾ യേശുവിൻ്റെ ജീവിതത്തെ കണ്ടാലും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എന്താണ് ഒരു വിമൻ സെൻറ്റേഡ് ആയിട്ടാണ് പുതിയ നിയമം നീങ്ങുന്നത്. അവിടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാണ്. ആകപ്പാടെ ഒരു ബാല്യക്കാരത്തെയാണ് പത്രോസിനോട് വന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ മാത്രമേ അവളെ മാത്രമേ ഒരു രീതിയിൽ പറഞ്ഞാൽ നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റൂ. ബാക്കി സ്ത്രീജനങ്ങളെല്ലാം വളരെ സപ്പോർട്ടീവാണ്. യേശുവിനെ ശുശ്രൂഷിച്ചത് അവർ തന്നെയാണെന്ന് വരെ ലൂക്കോസ് 8:3 നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പുരുഷന്മാരുടെ ഇടപെടൽ പലപ്പോഴും വേദനാജനകമായിരുന്നു. അവർ കൂടെ നടക്കുമ്പോഴും അവനെ ഒറ്റിക്കൊടുക്കുവാൻ ശ്രമിക്കുന്നവനായിരുന്നു. കൂടെ നടന്നിട്ടും അതേ വചനത്തെ ഒറ്റിക്കൊടുത്ത് ജീവിക്കുന്ന അവസ്ഥ, കൂടെ നടന്നിട്ടും യേശു ആരാണെന്ന് തിരിച്ചറിയാതെ പോകുന്ന അവസ്ഥ, വചനം കേട്ടിട്ടും കണ്ണുനീരോടെ അനുസരിക്കാൻ കഴിയാതെ അത് നിലവിളിച്ചു പോകുന്ന ധനവാന്റെ വിവരണങ്ങൾ, ഇതെല്ലാം പുരുഷന്മാരാണ് അവനെ ആക്രമിച്ചത്, അവനെ മുൾമുടി വെച്ച് അടിച്ചത്, അവനെ ചമ്മട്ടി കൊണ്ട് തകർത്തത്, അവനെ ക്രൂശിച്ചത് അത് പുരുഷന്മാരായിരുന്നു എന്നാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. അവിടെയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന, വേദനിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീത്വത്തെയാണ് വേദപുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ ലോകത്തിൽ ക്രിസ്തുവിനോടുള്ള ബന്ധം സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാളും എന്ന് നമ്മൾ പറഞ്ഞു പോകേണ്ടി വരുന്ന കാര്യങ്ങൾ. ക്രൂശിൽ തന്നെ ഇത് തന്നെ കാണുന്നുണ്ട്. 2-ാമത്തെ മൊഴിയോടെ ബന്ധം നമ്മൾ പഠിക്കുന്നുണ്ട്. അതെ, അനുദപിച്ചവന് അനുഗ്രഹമായി മാറുകയും അനുദപിക്കുവാൻ മനസ്സില്ലാതിരുന്നവൻ അധോഗതിയിലേക്ക് പോവുകയും ചെയ്യുന്ന വിവരം നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയരെ, ഞാനിതെല്ലാം പറഞ്ഞത് തിരുവെഴുത്തിനെ നമ്മൾ കൂടുതൽ അറിയണം, തിരുവെഴുത്തിനെ നാം തിരിച്ചറിയണം. ഒരു വാക്യം പോലും നമുക്ക് ഒഴുക്കുവാക്കുവാൻ കഴിയില്ല. എല്ലാ വാക്യത്തിലും അടങ്ങിയ വലിയ മർമ്മങ്ങൾ, ജീവൻ്റെ മർമ്മങ്ങൾ. അതെ, ഈ വാക്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. ഈ വാക്യം വായിച്ചപ്പം
ഈ വാക്യത്തിന് സമാനമായി സുവിശേഷത്തിലൊരു വാക്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. ജീവിപ്പിക്കുന്നത് വചനമാണ് എന്ന് പറയുന്ന വാക്യമാണ് യെശയ്യാവ് 55:3. ഇത് യേശുവും അവൻ്റെ അധരത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിച്ച് ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 63-ാമത്തെ വാക്യത്തിലാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥത്തെ യേശു തൻ്റെ അധരത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. അത് ഇപ്രകാരം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വചനമാകുന്ന 5 അപ്പത്തെയും 2 മീനിനെയും ഉപയോഗിച്ച് എല്ലാവരെയും തൃപ്തി വരുത്തിയതിന് ശേഷം അതിൻ്റെ അർത്ഥത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അത് യേശു പറഞ്ഞ് ഇപ്രകാരം നമ്മോട് പറയുകയാണ്, ജീവിപ്പിക്കുന്നത് ആത്മാവാണ്. പിന്നെ എന്താണ്? മാംസം ഒന്നും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ തന്നെ ആത്മാവും ജീവനുമാണ്. പരിശുദ്ധാത്മാവ് എന്താണെന്ന് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന മറ്റൊരു വാക്യവുമില്ല. അതെ, ജീവിപ്പിക്കുന്ന വചനമാണ്. അത് വചനമാണ്, അത് ആത്മാവാണ്. ജീവിപ്പിക്കുന്ന ഈ വചനം ഈ നാളുകളിലെ നാം ഒരുക്കിയിരിക്കുന്ന, ദൈവസന്നിധിയിൽ ആശ്രയിച്ച് സഭ ഒരുക്കിയിരിക്കുന്ന ഈ കൺവെൻഷനിൽ ജീവിപ്പിക്കുന്ന വചനത്താൽ, ആത്മാവായ വചനത്താൽ അത് പുതുസൃഷ്ടിയുണ്ടായി, രോഗബന്ധനങ്ങൾ അഴിഞ്ഞ്, പൈശാചിക കോട്ടകൾ തകർക്കപ്പെട്ട് യേശുവിൻ്റെ സത്യത്തിൻ്റെ വചനത്തെ ഈ ഭൂമിയിൽ എല്ലായിടത്തും എത്തിക്കുന്നതിന് അത് കത്തീഡ്രൽ സഭയിലെ ഓരോ കുടുംബങ്ങളെയും ബലപ്പെടുത്തുന്ന ശുശ്രൂഷയായി ഈ വർഷത്തെ കൺവെൻഷൻ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.